വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് നോക്കാം. ഒരു ബാഗിനകത്ത് കുറച്ച് ബോൾസ് ഉണ്ട്. ഫസ്റ്റ് വൺ ബാഗ് കണ്ടെയ്ൻസ് ഗ്രീൻ, ബ്ലൂ, 7, 8. ഒരു ബാഗിനകത്ത് 7 ഗ്രീൻ ബോൾസ് ഉണ്ട്, 8 ബ്ലൂ ബോൾസ് ഉണ്ട്. നമുക്കൊരു ഗ്രീൻ ബോളാണ് എടുക്കേണ്ടത്. അതിൻ്റെ ചാൻസ് പ്രോബബിലിറ്റി എത്രയെന്ന് നോക്കിയാൽ, ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ ഗ്രീൻ ബോൾ, പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് എ ഗ്രീൻ ബോൾ നമ്മളോട് എന്താണോ ചോദിച്ചിരിക്കുന്നത് അത് ന്യൂമറേറ്ററിൽ എഴുതുക, ടോട്ടൽ ഡിനോമിനേറ്ററിൽ എഴുതുക. അപ്പോൾ ഇവിടെ ബ്ലൂ ബോൾ ആയിരുന്നെങ്കിലോ 8 ഡിവൈഡഡ് ബൈ 15. ഇത് സിമ്പിൾ ക്വസ്റ്റ്യനാണ്. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ നമ്പർ ഈസ് drawn from a number is drawn from 1, 2, 3, etc. 1000. What is the probability that it is a factor of 1000? നമ്മളൊരു നമ്പർ എടുക്കുന്നു. ആ നമ്പർ എന്തായിരിക്കണം? ഫാക്ടർ ഓഫ് 1000. ഫാക്ടർ ഓഫ് നമ്മൾ എടുക്കുന്ന നമ്പർ 1000ൻ്റെ ഫാക്ടർ ആകാനുള്ള പ്രോബബിലിറ്റി. ഇപ്പം നമുക്ക് 1000ൻ്റെ ഫാക്ടർ, ഇപ്പോൾ ചെറിയ നമ്പേഴ്സൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറയാമല്ലേ. ഇപ്പോൾ 12 അതിന് എത്ര ഫാക്ടർ ഉണ്ടെന്ന് നമുക്ക് എഴുതി നോക്കാം. 1 × 12, 2 × 6, 3 × 4, ടോട്ടൽ 6 ഫാക്ടേഴ്സ് അല്ലേ. ഇത് കാണാനുള്ള ഒരു എളുപ്പവഴിയാണ്. ഇപ്പോൾ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2⁻2 × 3⁻1. പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് എഴുതണം. പ്രൈം ഫാക്ടർ അറിയാമല്ലോ, എ നമ്പർ ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. അപ്പോൾ ഇവിടെ 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² × 3. 2 + 1 3, 1 + 1 2, കണ്ടോ? 3 × 2 മൊത്തം 6 ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ നമുക്ക് 1000നെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. ഇതിവിടെ ലാസ്റ്റ് 0 ആയതുകൊണ്ട് നമുക്ക് ഏത് കൊടുക്കാം? 5. നമ്പേഴ്സ് കുറച്ച് പെട്ടെന്ന് ചെറുതാവും. 2 0 0, എഗെയിൻ 5, 40, എഗെയിൻ 5, 8, 2. 1000നെ നമുക്ക് എങ്ങനെ എഴുതാം? 5⁻3 × 2⁻3. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എത്ര കിട്ടും? 3 + 1 × 3 + 1. ഈ പവേഴ്സ് എക്സ്പൊണൻറ്റിൻ്റെ കൂടെ നമ്മൾ 1 പ്ലസ് ചെയ്യുക, എന്നിട്ട് അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം അത്രയും ഫാക്ടേഴ്സ് കാണും 1000ന്. 1000 = 5⁻3 × 2⁻3. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് is equal to 3 + 1 × 3 + 1, 16. ഇനി പ്രോബബിലിറ്റി എന്ത് വരും? പ്രോബബിലിറ്റി is equal to 16 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 to 1000 എന്ന് പറയുമ്പോൾ 1000 നമ്പേഴ്സ്. നമ്മൾ പ്രോബബിലിറ്റി എപ്പോഴും ലോവസ്റ്റ് ടേം ആക്കി എഴുതണം, ഡിവൈഡ് ചെയ്ത് എഴുതുക. 4 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 8 വെച്ച് കട്ട് ചെയ്യാം. 2 125, 8 × 125 1000. നിങ്ങൾ ഈ ഒരു ഓർത്തിരുന്ന എളുപ്പമുണ്ട്, ഡിവൈഡ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. 125 × 8, പിന്നെ 8 × 2, 8 വെച്ച് കട്ട് ചെയ്യുമ്പോൾ 2/125. ഇനി ഇത് ഡെസിമൽ ഫോമിലാക്കണം, പെർസെൻറ്റേജ് ഫോമിലാക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 16/1000 ഡെസിമൽ ഫോമിലാണെങ്കിൽ ഇതേ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി 16/1000 is equal to, ഇവിടെ 1000 3 ഡിജിറ്റ് ഡെസിമൽ വരണം. 6 1, പക്ഷെ നമ്മുടെ കയ്യിൽ എത്ര ഡിജിറ്റേ ഉള്ളൂ? 2 ഡിജിറ്റ്സ്. നമ്മളിവിടെ ഒരു 0 കൊടുത്തിട്ട് ഇവിടെ ഒരു പോയിൻ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഹോൾ നമ്പർ പാർട്ടൊന്നും ഇല്ലെങ്കിൽ 0.016. ഇനി ഇതിനെ പേഴ്സൻറ്റേജ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ പേഴ്സൻറ്റേജ് ഫോമിൽ എഴുതണമെങ്കിൽ
പെർസെൻറ്റേജ് ഫോമിൽ എഴുതുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 16/1000 ഇൻറ്റു 100 പെർസെൻറ്റേജ്. 2 zeros ക്യാൻസൽ. 16/10. അപ്പോൾ നമുക്ക് അതിനെ ഡെസിമൽ എങ്ങനെ ആക്കാം? റൈറ്റിൽ നിന്ന് ഒരേ ഒരു ഡിജിറ്റ് മാറ്റുക. 6 പോയിൻ്റ് കൊടുക്കുക. 1.6%. നമുക്കൊരു ഫിഗറൊക്കെ തന്നിട്ട് സ്ക്വയറാണ് കേട്ടോ. ABCD is a സ്ക്വയർ. കണ്ട റെക്റ്റാങ്കിൾ പോലെ തോന്നും. ABCD is a സ്ക്വയർ. ഞാൻ റഫ് ഫിഗറാണ് വരച്ചിരിക്കുന്നത്. നമ്മളിതിൽ നോക്കാതെ പുട്ട് എ ഡോട്ട് ഇൻ ദിസ് സ്ക്വയർ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ നമ്മളൊരു ഡോട്ട് ഇടുന്നു. ആ ഡോട്ട് എവിടെയായിരിക്കണം? ഈ സ്ക്വയറിനകത്ത് ആയിരിക്കണം. ഒരു സ്ക്വയർ സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യുമ്പോൾ ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എപ്പോഴും എന്തായിരിക്കും? സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. ഇത് എക്സ് ഓൾ സൈഡ്സ് ആർ ഈക്വൽ. ഇവിടെ 90. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് AC എങ്ങനെ എഴുതാം? √2x². √2x. നമുക്ക് പ്രോബബിലിറ്റി എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ടു പുട്ട് എ ഡോട്ട് ഇൻ ദിസ് സ്ക്വയർ എന്ന് എഴുതിയിട്ട് പ്രോബബിലിറ്റി എന്ന് എഴുതാം കേട്ടോ. ബാക്കി നിങ്ങൾ സെൻറ്റൻസ് എഴുതിക്കാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ഫിഗർ തരുമ്പോൾ എവിടെയാണ് ആ ഡോട്ട് ഇടേണ്ടത് നോക്കണം. എവിടെയാണ് ഇടേണ്ടത്? സ്ക്വയറിനകത്ത്. അപ്പോൾ ആ സ്ക്വയറിൻ്റെ ഏരിയ നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക. ഈ ഔട്ട്സൈഡ് ഫിഗർ ഇതേതാണ്? സർക്കിളിൻ്റെ ഏരിയ ഡിനോമിനേറ്ററിൽ എഴുതുക. ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ്. ഏരിയ ഓഫ് സർക്കിൾ πr². ഇവിടെ √2x എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്ററാണ് അല്ലേ? അപ്പോൾ റേഡിയസ് കാണാൻ √2x/2. √2ഉം 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ √2 ഡിനോമിനേറ്ററിൽ വരും. πr². x²/2. 2 ന്യൂമറേറ്ററിൽ പോവും. 2x²/πx². x² ക്യാൻസൽ. 2/π. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എവിടെയാണ്? സ്ക്വയറിലാണ് ഡോട്ട് ഇടുന്നത് അല്ലേ? ഏരിയ ഓഫ് സ്ക്വയർ ന്യൂമറേറ്ററിൽ എഴുതുക. ഔട്ട്സൈഡ് ഫിഗർ എന്താണ്? സർക്കിളിൻ്റെ ഏരിയ ഡിനോമിനേറ്ററിൽ എഴുതുക. ഇവിടെ ഡയമീറ്ററാണ് √2x. x² √x നമുക്ക് വെളിയിലിടാം. R is equal to diameter divided by 2. √2ഉം 2ഉം കട്ട് ചെയ്യുമ്പോൾ √2. അങ്ങനെ 2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. ഏരിയ ഓഫ് സ്ക്വയർ സൈഡ് ഇൻറ്റു സൈഡ്. ഏരിയ ഓഫ് സർക്കിൾ πr². x²/2. 2 goes to ന്യൂമറേറ്റർ. x² ക്യാൻസൽ. ഏത് ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി ഗ്രേറ്റർ ദാൻ 1 വരത്തില്ല. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് 2 ബോക്സ് തരും. ഇപ്പോൾ ഫസ്റ്റ് ബോക്സ്, സെക്കൻഡ് ബോക്സ്. എ ബോക്സ് കണ്ടെയ്ൻ 4 സ്ലിപ്സ്. 1 2 3 4. ഇതിൽ 4 സ്ലിപ്സ് ഉണ്ട്. Another box contains 2 numbers, 1 and 2. What is the probability? ഇവിടെ ടോട്ടൽ പേഴ്സ് നമുക്ക് എത്ര കിട്ടും? ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് if one slip is drawn from each box. ഫസ്റ്റ് ബോക്സിൽ നിന്ന് സെക്കൻഡ് ബോക്സിൽ നിന്ന് ഓരോ സ്ലിപ്പ് എടുക്കുന്നു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ബീങ് ഓഡ്? നമ്മൾ ആ എടുക്കുന്ന 2 നമ്പറിൻ്റെ സം എന്തായിരിക്കണം? ഓഡായിരിക്കണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സം ബീങ് ഈവൻ? ടോട്ടൽ പേഴ്സ് എന്ത് വരും? ഇവിടെ എത്ര നമ്പറുണ്ട്? 4. ഇവിടെ 2. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം.
8. ഇനി ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ദ സം ഓഫ് നമ്പേഴ്സ് ബീങ് ഓഡായിരിക്കണം അല്ലേ. ഏതൊക്കെ വരാം നമുക്കറിയാം. 2 ഈവൻ നമ്പേഴ്സ് ആഡ് ചെയ്താൽ ഇപ്പോൾ 2ഉം 4ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 6. അതേപോലെ ഓഡ് നമ്പേഴ്സ് 1 + 1 എത്ര? 2. രണ്ട് ഓഡ് നമ്പർ ആഡ് ചെയ്താലും രണ്ട് ഈവൻ നമ്പർ ആഡ് ചെയ്താലും എപ്പോഴും സം എത്ര കിട്ടത്തുള്ളൂ? ഈവനേ കിട്ടുള്ളൂ. സം ഓഡ് വരണമെങ്കിൽ 1 നമ്പർ ഈസ് ഓഡ് ആൻഡ് അനദർ നമ്പർ ഈസ് ഈവൻ. സം ഓഡ് വരുന്നത് ഏതൊക്കെ വരാം? 1 2 വരാം, പിന്നെ 2 1 നോ ഈവൻ ഓഡ്, പിന്നെ 2 2 വരത്തില്ല, 3 1 വരത്തില്ല, കാരണം 2 ഓഡാകും, 3 2, 4 1 അല്ലേ, 1 2 3 4. ഇപ്പോൾ പ്രോബിലിറ്റി എത്ര കിട്ടും? 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 8. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ലോവസ്റ്റ് ടൈമിൽ എഴുതുക. 4 വെച്ച് തന്നെ കട്ട് ചെയ്യുക. 4നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 8 ഡിവൈഡഡ് ബൈ 4. അവിടെ സം ഈവൻ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെടുത്താൽ മതി? 2 നമ്പറും ഒന്നുകിൽ ഈവൻ എടുക്കുക അല്ലെങ്കിൽ 2 നമ്പറും ഓഡ് എടുക്കുക. ഇപ്പോൾ 1 1 അങ്ങനെ വരാം, 1 + 1 2. അതുപോലെ 2 2 2 + 2 4. എന്നിട്ട് എണ്ണി നോക്കുക. അത് ന്യൂമറേറ്ററിൽ എഴുതുക, ടോട്ടൽ ഡിനോമിനേറ്ററിൽ എഴുതുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ 10 ഇങ്ങനെ ക്ലാസ്സിലെ ബോയ്സ് ഗേൾസ് 10A 10B ബോയ്സ് ഗേൾസ് 10Aയിൽ 30 ബോയ്സും 20 ഗേൾസും ഉണ്ട്. ബോയ്സ് 15 25. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താ? വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ കുട്ടിയെ സെലക്ട് ചെയ്യുന്നു. 1 സ്റ്റുഡൻറ്റ് ഈസ് ടു ബി ചോസൺ ഫ്രം ഈച്ച് ക്ലാസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ഇവിടെ? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. ടോട്ടൽ പേഴ്സ് എത്ര കിട്ടും? 30 + 20 50, 15 + 25 40, 2000. ഇനി നമ്മൾ ഗേൾസ് പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ഗേൾസ്. രണ്ടുപേരും ഗേൾസ്. പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്. രണ്ടുപേരും ഗേൾസ് ആവണമെങ്കിൽ നമ്മൾ 10Aയിൽ നിന്നും ഗേൾസിനെ എടുക്കണം, 10Bയിൽ നിന്നും ഗേൾസിനെ എടുക്കണം. ഗേൾസ് ഇവിടെ എത്രയുണ്ട്? 20 ബൈ 20 ഇൻറ്റു ഇവിടെ ഗേൾസ് എത്രയുണ്ട്? 25. ടോട്ടൽ ഇപ്പോൾ ഇവിടെ നമുക്ക് 2000 എഴുതുന്നതിനേക്കാൾ നല്ലത് 50 × 40 എന്ന് തന്നെ നിങ്ങൾക്ക് എഴുതിയാൽ മതി. നമുക്ക് കട്ട് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. 20യും 40യും കട്ട് ചെയ്യാം, 25യും 50യും കട്ട് ചെയ്യാം. 1/4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബോയ്സ്? രണ്ടുപേരും ബോയ്സ് ആയിരിക്കണം. ബോത്ത് ബീയിങ് ബോയ്സ്. ഫസ്റ്റിൽ 10Aയിൽ എത്ര ബോയ്സ് ഉണ്ട്? 30. ഇവിടെ 15. ടോട്ടൽ 50 × 40. 1 0 ക്യാൻസൽ. 5 3 3 × 3 9. 9/40. What is the probability that one being a boy and one being a girl? Probability of one being a girl
and 1 being boy. നമുക്ക് ഇപ്പം 10A നിന്നും നമ്മളൊരു ബോയെ എടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ആരെ എടുക്കണം? ഗേളിനെ എടുക്കണം. ഇനി അതല്ല 10A നിന്ന് നമ്മൾ ഗേളാണ് എടുക്കുന്നതെങ്കിലോ 10Bയിൽ നിന്ന് ബോയെ എടുക്കുക അല്ലേ? ഇവിടെ പ്രോബിലിറ്റി എന്ത് വരും? ഇപ്പം ഞാൻ ഫസ്റ്റ് ബോയെ എടുക്കുന്നു, അപ്പോൾ ഗേളിനെ എടുക്കുക. 30 × 25 പ്ലസ് പിന്നെ എയിൽ നിന്ന് ഗേളാണ് എടുക്കുന്നതെങ്കിലോ നമ്മളവിടെ നിന്ന് ബോയ് എടുക്കുക. ഹോൾ ഡിവൈഡഡ് ബൈ 50 × 40. $30 × 25 750 പ്ലസ് ഇവിടെ നമുക്ക് ഇൻറ്റു ചെയ്തങ്ങ് എഴുതാൻ എളുപ്പമുണ്ട്. 0 5 1 0 5 0 0 0 ക്യാൻസൽ. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 0യും 5ഉം ആണ്. നമുക്ക് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യാം? 5. 21/40. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് എ ബോയ്? Probability of at least 1 boy. ഇവിടെ കുറഞ്ഞത് ഒരാളെങ്കിലും, നമ്മൾ ഓരോ ക്ലാസ്സിൽ നിന്ന് ഓരോ കുട്ടിയെ എടുക്കുന്നു, അതിൽ കുറഞ്ഞത് ഒരാളെങ്കിലും ആരായിരിക്കണം? ബോയ് ആയിരിക്കണം, ആൺകുട്ടിയായിരിക്കണം അല്ലേ? നമ്മൾ 10Aയിൽ നിന്നും ബോയെ എടുക്കുന്നെങ്കിൽ ഇവിടെ ഗേളിനെ എടുക്കുക. അതല്ല ഇവിടെ ഗേളാകുമ്പോൾ അവിടെ ബോയ്. 2 കേസിലും 1 ബോയ് ഉണ്ട്. ഇനി 2 ബോയ്സും വരാം, അതാണ് അറ്റ്ലീസ്റ്റ് 1 or more. ഇവിടെ മോർ എന്ന് പറയുമ്പോൾ മാക്സിമം ഏത് വരെ വരുള്ളൂ? 2 ബോയ്സ് വരെ അല്ലേ? അപ്പോൾ അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറയുമ്പോൾ 1 ബോയ് വരാം, 2 ബോയ്സ് വരാം. അപ്പോൾ പ്രോബിലിറ്റി എങ്ങനെ എഴുതാം? നമ്മൾ ഇവിടുന്ന് ബോയെ എടുക്കുന്നു, ഇവിടെ ഗേൾ 25 പ്ലസ് ഇവിടെ ഗേൾ അവിടെ ബോയ്. ഇനി 2 ക്ലാസ്സിൽ നിന്നും നമ്മൾ ആരെ എടുക്കണം? ബോയ് എടുക്കുക. 30 × 15 whole divided by 2000. 50 × 40 750 300 450 whole divided by 2000. 0 10 1500 2 0 cancel. 15/20 3/4 5 വെച്ച് നമുക്ക് കട്ട് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 1 ബോയ് മനസ്സിലായല്ലോ. നമ്മൾ 10Aയിൽ നിന്ന് ബോയ് എടുക്കുമ്പോൾ അവിടെ ഗേൾ, അപ്പോൾ അതിൽ 1 ബോയ് ആയി. 10Aയിൽ നിന്ന് ഗേൾ എടുക്കുമ്പോൾ അവിടെ നിന്ന് ബോയ്, അപ്പോഴും 1 ബോയ് ആയി. പിന്നെ 2 ബോയ്സും വരാം, അതാണ് അറ്റ്ലീസ്റ്റിൻ്റെ. പിന്നെ 2 ഡിജിറ്റ് നമ്പേഴ്സ് അതുകൊണ്ട് നമുക്ക് അടുത്തത് ഞാൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ഒരു 1-2 വീഡിയോയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലിടാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം അതിൽ വരും. എല്ലാവരും നന്നായി ചെയ്ത് പഠിക്കുക. ട്യൂസ്ഡേ എക്സാമാണ്, എല്ലാവരും നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.